നിങ്ങളുടെ ഗ്രാമത്തിലോ നിങ്ങളുടെ ടൗണിലോ ഇരുന്നുകൊണ്ട് ഒരു CSC സെന്റർ സ്റ്റാർട്ട് ചെയ്ത്, അതായത് കോമൺ സർവീസ് സെന്റർ തുടങ്ങി നിങ്ങൾക്ക് മികച്ച ലാഭം ഉണ്ടാക്കാം. അതെ, അധികം ആർക്കും അറിയാത്ത ഒരു തൊഴിൽ സാധ്യത അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യതയാണ് കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSC എന്ന് പറയുന്നത്. പൂർണ്ണമായും സർക്കാർ സഹായത്തോടെ തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എന്താണ് CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ, ആർക്കൊക്കെയാണ് ഇത് ആരംഭിക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ, ഒരു CSC എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ലൈൻ, നിങ്ങളോടധികം ആരും പറയാൻ സാധ്യതയില്ലാത്ത ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബോസ് വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ജനങ്ങൾക്ക് ഡിജിറ്റൽ ആക്സസ് കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഗവേണൻസ് വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുക, ഫിനാൻഷ്യൽ സർവീസുകൾ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി പേയ്മെന്റുകൾ ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അതായത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ നിന്നാണെങ്കിൽ പോലും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ആണ് CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത്. ജനങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആധാർ അപ്ഡേറ്റ്, പാൻ കാർഡ് അപ്ഡേറ്റ്, ബിൽ പേയ്മെന്റുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പേയ്മെന്റുകൾ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഏകജാലക സംവിധാനമാണ് CSC എന്ന് പറയുന്നത്. ഇനി ആർക്കാണ് CSC സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരു CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ തുടങ്ങുന്ന ആളെ പറയുന്ന പേരാണ് വില്ലേജ് ലെവൽ ഓണ്ടർപ്രന്യർ. 18 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഏത് ഇന്ത്യൻ പൗരനും ഒരു കോമൺ സർവീസ് സെന്റർ ആരംഭിക്കാവുന്നതാണ്. അതുകൂടാതെ അദ്ദേഹം 10ാം തരം പാസ്സായിരിക്കണം. ഒരു ഇന്റർനെറ്റ് കണക്ഷൻ, കമ്പ്യൂട്ടർ സെറ്റപ്പ്, അതുകൂടാതെ ആരംഭിക്കാനുള്ള ചെറിയൊരു സ്പേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ ആരംഭിക്കാവുന്നതാണ്. അതുകൂടാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമായിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു CSC ആരംഭിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബാങ്കിംഗ്, ഇൻഷുറൻസ് സർവീസുകൾ, പേയ്മെന്റുകൾ, ടിക്കറ്റുകൾ, അങ്ങനെ വിവിധ ഗവൺമെന്റ് സർവീസുകളിൽ നിന്നുമുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭ്യമാകും. അതുപോലെ തന്നെ ഒരു CSC നടത്തുന്ന ആൾ എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അതായത് വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഈസി ആയിട്ട് ഗവൺമെന്റ് സർവീസുകളിലേക്കുള്ള ആക്സസ് കൊടുക്കാനും അവർക്ക് ബിൽ പേയ്മെന്റുകൾ വളരെ ഈസി ആയിട്ട് നടത്താനുമുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആണ് ഒരു CSC നടത്തുന്ന ആൾ എന്ന് പറയുന്നത്. അതുകൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് സർവീസുകൾ, വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് CSCയിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽ പേയ്മെന്റുകൾ, ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യൽ, പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ, ഇനി അഥവാ ആധാറോ പാൻ കാർഡോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസസ് ചെയ്യൽ, ഇതെല്ലാം നടത്തുന്ന ഒരു സെന്ററാണ് CSC. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ഹൈ പ്രോഫിറ്റ് നേടാം എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ സെറ്റപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ചെയ്യാനുള്ള ഒരു വില്ലിംഗ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSC സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൽ നിന്നും വളരെ മികച്ച വരുമാനം തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൂടാതെ ഒരു കോമൺ സർവീസ് സെന്റർ നിങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി നിങ്ങൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് ഒരു കോമൺ സർവീസ് സെന്റർ ആരംഭിക്കുന്നതിനായിട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. csc.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ VLE രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ആധാർ നമ്പർ അവിടെ ആഡ് ചെയ്യുക. ഇത് OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ശേഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ വിദ്യാഭ്യാസ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ ആഡ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജിയോ ടാഗ് ലൊക്കേഷൻ ആണ്. നിങ്ങൾ എവിടെയാണോ CSC ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാപ്പിൽ നിന്ന് കണ്ടെത്തി അവിടെ ജിയോ ടാഗ് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ വൺസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ നടക്കും. ആ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഡിജിറ്റൽ സേവ ലോഗിൻ ഐഡിയും പാസ്വേഡും ലഭിക്കും. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CSC ഡിജിറ്റൽ സേവ പോർട്ടൽ ലോഗിൻ ചെയ്യാം, സർവീസുകൾ ആരംഭിക്കാനും സാധ്യമാവും. പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 15,000 രൂപ നിങ്ങൾക്ക് CSCയിൽ നിന്ന് സമ്പാദിക്കാം. ഇത് ഏറ്റവും കുറഞ്ഞ ഒരു തുക മാത്രമാണ്. 50,000 രൂപ വരെ സമ്പാദിക്കാനുള്ള സാധ്യത CSCയിൽ നിന്നും അവൈലബിൾ ആണ്. ഇന്ന് കേരളത്തിൽ ഏകദേശം 68-70ഓളം CSC സെന്ററുകൾ അവൈലബിൾ ആണ്. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഇത് അക്ഷയ സെന്ററിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന്. അക്ഷയ സെന്റർ എന്ന് പറയുന്നത് കേരള സർക്കാർ ആരംഭിച്ച കേരളത്തിൻ്റെതായിട്ടുള്ള ഓൺ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അക്ഷയ സെന്റർ. പക്ഷേ CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. നിങ്ങൾ കേരളത്തിലല്ല ജീവിക്കുന്നത് എങ്കിൽ പോലും, നിങ്ങൾ കേരളത്തിലല്ലാത്ത ഒരു മലയാളി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ഒരു CSC ആരംഭിക്കാവുന്നതാണ്. സോ എന്താണ് CSC, നമുക്ക് എങ്ങനെയാണ് ഇത് ആരംഭിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ സർവീസുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, എത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഒരു കോമൺ സർവീസ് സെന്റർ നിങ്ങൾക്ക് ആരംഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആകെ വേണ്ടത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും തുടങ്ങാനുള്ള ഒരു വില്ലിംഗ്നെസ്സുമാണ്. സോ ബോസ് വാല മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Boss Wala. Be the boss.